നമ്മളിന്ന് പറയുന്നത് സോവർണിറ്റിയാണ്. ഇറ്റ് ഈസ് റിഗാർഡ് ആസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റാണ് സോവർണിറ്റി. നമ്മൾ മുൻപത്തെ സെമിസ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. സ്റ്റേറ്റിൻ്റെ എലമെൻറ്റ് എന്താണ്? പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ്, സോവർണിറ്റി. ആൻഡ് ദ സോവർണിറ്റി ഈസ് ദ പ്രൈം ഓർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. And the term sovereignty is derived from the Latin word supranus meaning supreme. സുപ്രീം എന്ന മീനിങ് തന്നെയാണ് സോവർണിറ്റിക്ക് ഉള്ളത്. ആൻഡ് സോവർണിറ്റി ഡിനോട്ട്സ് സുപ്പർമസി ഓർ സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ സുപ്രീം പവറിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേമാണ് സോവർണിറ്റി. സോവർണിറ്റി ജെ ഗാർണർ തൻ്റെ ബുക്കായ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസിൽ സോവർണിറ്റിക്ക് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേറ്റ് ഇൻ വെർച്യൂ ഓഫ് ഇറ്റ് cannot be legally bound except by its own will or limited by any power than itself. എന്ന് പറയുമ്പോൾ സോവർണിറ്റി എന്താണ്? സ്റ്റേറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണ്? ഇറ്റ് കനോട്ട് ബി ലീഗലി ബൗണ്ട് എക്സെപ്റ്റ് ബൈ ഇറ്റ്സ് ഓൺ വിൽ. സോവർണിറ്റി ഒന്നുകൊണ്ടും നശിക്കുന്നില്ല. സോവർണിറ്റി സ്റ്റേറ്റ് തന്നെ കളയണം, അല്ലെങ്കിൽ സോവർണിറ്റി തന്നെ സ്വയം പിന്മാറണം. എന്നാൽ മാത്രമേ അതിനൊരു കുറവ് വരുള്ളൂ ആ സോവറിൻ പവറിന്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സോവറിനെക്കാട്ടി മുകളിലായിട്ട് മറ്റൊരാൾ വന്ന് അതിനെ നശിപ്പിക്കണം. അതാണ് സോവർണിറ്റി. അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേറ്റ്. ഇൻ വെർച്യൂ ഓഫ് ഇറ്റ് കനോട്ട് ബി ലീഗലി ബൗണ്ട് എക്സെപ്റ്റ് ബൈ ഇറ്റ്സ് ഓൺ വിൽ ഓർ ലിമിറ്റഡ് ബൈ എനി പവർ ദാൻ ഇറ്റ്സെൽഫ്. ഒന്നെങ്കിൽ സ്വയം അതിൻ്റെ പവർ കുറയണം സോവർണിറ്റിക്ക്, ഇല്ലെങ്കിൽ മറ്റൊരു പവർ വന്ന് സോവർണിറ്റിയെ റെഡ്യൂസ് ചെയ്യണം. ഇതല്ലാതെ സ്റ്റേറ്റിൻ്റെ സോവറിൻ പവറിന് ഒരു ചേഞ്ചും ഉണ്ടാകാൻ സാധ്യത ഇല്ല. ഇനി എങ്ങനെ സോവർണിറ്റിയെ പറ്റി പറയുമ്പോൾ പല തിങ്കേഴ്സ് പല ടൈംസിൽ കുറേ ഐഡിയാസ് നമുക്ക് സോവർണിറ്റിയെ പറ്റി പറയുന്നു. അതിൽ ജീൻ ബോർഡിനെയാണ് നമ്മൾ ഏറ്റവും സിസ്റ്റമാറ്റിക്കലി സോവർണിറ്റിയെ പറ്റി പറഞ്ഞതായിട്ട് കണക്കാക്കുന്നത്. സോവർണിറ്റിയെ പറ്റി ഏൻഷ്യൻ്റ് ടൈംസിൽ അരിസ്റ്റോട്ടലിൻ്റെ ടൈം തൊട്ട് തന്നെ പറയുന്നുണ്ട്. ബട്ട് ജീൻ ബോർഡൻ ഗേവ് എ സിസ്റ്റമാറ്റിക്കൽ ഡെഫിനിഷൻ ടു ദ തിയറി ഓഫ് സോവർണിറ്റി. Borden defined sovereignty as the absolute and perpetual power of commanding in a state. സ്റ്റേറ്റിൻ്റെ അബ്സല്യൂട്ടും പെർപെക്ച്വൽ പവറുമാണ് സോവർണിറ്റി എന്നാണ് ബോർഡിൻ പറയുന്നത്. മറ്റൊരു ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ സുപ്രീം പവർ ഓവർ സിറ്റിസൺസ് ആൻഡ് സബ്ജക്ട്സ് അൺറെസ്ട്രെയിൻഡ് ബൈ ലോ. നിയമത്തിന് പോലും അതിന് കുറയ്ക്കാൻ പറ്റില്ല. എന്തിന്? സോവർണിറ്റിയുടെ പവറിന്. അത്രമേൽ ജനങ്ങളുടെ നേരെ അധികാരം ഉള്ള ഒന്നാണ് സോവർണിറ്റി. സുപ്രീം പവർ ഓവർ സിറ്റിസൺസ് ആൻഡ് സബ്ജക്ട്സ്. സിറ്റിസൺസ് ആൻഡ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ കിങ്, രാജാവ് ഭരിക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എന്ന ടേം യൂസ് ചെയ്യുന്നത്. രണ്ടും ഒരേ മീനിങ് ആണ് ഇവിടെ. സിറ്റിസൺസ് ആൻഡ് സബ്ജക്റ്റ്, സിറ്റിസൺസിന് നേരെയുള്ള അൺറെസ്ട്രെയിൻഡ് പവറിനെയാണ് നമ്മൾ സോവർണിറ്റി എന്ന് വിളിക്കുന്നത്. മാത്രവുമല്ല ബോർഡിൻ്റെ സോവറിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി പെർമനൻറ്റ്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ബൈ എനി വൺ. അബ്സല്യൂട്ടും പെർമനൻറ്റുമായിട്ടുള്ള ഒരു സോവറിനെയാണ് ബോർഡ് ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഹി ട്രീറ്റഡ് ദ സോവറിൻ എബവ് ലോ, എബവ് മോറൽ റെസ്പോൺസിബിലിറ്റി. മോറൽ ഒബ്ലിഗേഷൻസ് ഒന്നുമില്ല, ലോയും എബവ് ആയിട്ടും നിന്നിട്ടുള്ള ഒരാളാണ് ജീൻ ബോർഡിൻ്റെ സോവറിൻ കോൺസെപ്റ്റ്. സോവറിൻ കോൺസെപ്റ്റ് ഓരോ തിങ്കേഴ്സ് ഡിഫൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ പവർ കുറഞ്ഞും കൂടിയും ഇരുന്നു. ജീൻ ബോർഡിൻ അതിനെ ഏകദേശം ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഏറ്റവും അധികം ജീൻ ബോർഡിൻ്റെ തിയറി ഓഫ് സോവർണിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ജീൻ ബോർഡിൻ്റെ തിയറി ഓഫ് സോവർണിറ്റിയിൽ അൺറെസ്ട്രെയിൻഡ് പവറാണ്, എബോവ് ഓൾ പവേഴ്സ്, ഇറ്റ് ഈസ് ഇറിവോക്കബിൾ ആണ്, ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. എവ്രി വൺ ക്യാൻ എൻഫോഴ്സ്, അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. എവ്രി വൺ ഷുഡ് ഒബേ ദാറ്റ് സോവറിൻ, എല്ലാവരും ആ സോവറിനെ ഒബേ ചെയ്യണം. ഇങ്ങനെയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസാണ് ജീൻ ബോർഡിൻ്റെ തിയറി ഓഫ് സോവർണിറ്റിയിൽ പറയുന്നത്. ജീൻ ബോർഡിൻ്റെ തിയറി ഓഫ് സോവർണിറ്റിയിൽ
absolute ആണ്, it is very absolute, it is indivisible, and that sovereign is both independence from inside control and independence from outside control. ഇൻഡിപെൻഡൻസ് ഫ്രം ഇൻസൈഡ് കൺട്രോൾ, ഇൻഡിപെൻഡൻസ് ഫ്രം ഔട്ട്സൈഡ് കൺട്രോൾ, ഈ രണ്ട് കാര്യത്തെയുമാണ് നമ്മൾ 2 ടൈപ്സ് ഓഫ് സോവർണിറ്റി എന്ന് പറഞ്ഞ് പഠിക്കാറുള്ളത്. ഇൻറ്റേർണൽ സോവർണിറ്റി ആൻഡ് എക്സ്റ്റേണൽ സോവർണിറ്റി. ആ സോവർണിറ്റി ഇൻറ്റേർണലും എക്സ്റ്റേണലും എന്ന ഡിവിഷൻ വന്നതും ജീൻ ബോർഡിൻ്റെ കാലത്താണ്. ഇൻറ്റേർണൽ സോവർണിറ്റി എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, സ്റ്റേറ്റ് ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ സിറ്റിസൺസ് അൺറെസ്ട്രെയിൻഡ് ബൈ ലോ. എക്സ്റ്റേണൽ സോവർണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നോ അതർ സ്റ്റേറ്റ് ക്യാൻ അറ്റാക്ക് ദ സ്റ്റേറ്റ് ആൻഡ് ഫ്രീഡം ഫ്രം ഫോറിൻ കൺട്രോൾ, അതാണല്ലോ എക്സ്റ്റേണൽ സോവർണിറ്റി. അതാണ് ആ ഇൻറ്റേർണൽ സോവർണിറ്റിയും എക്സ്റ്റേണൽ സോവർണിറ്റിയും ജീൻ ബോർഡിൻ്റെ കോൺസെപ്റ്റ് ഓഫ് സോവർണിറ്റിയിൽ വരുന്നുണ്ട്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഹോബ്സ് കോൺസെപ്റ്റ് ഓഫ് സോവർണിറ്റിയാണ്. ഹോബ്സ് എസ്റ്റാബ്ലിഷ് ദ തിയറി ഓഫ് സോവർണിറ്റി ഇൻ ദ 17th century in England to solve the problem of internal rebellion and political disorder. ഇൻറ്റേർണൽ റെബല്യൺ, ഹോബ്സിൻ്റെ സോവറിൻ വളരെ പവർഫുള്ളാണ്. അതിനൊരു കാരണം ആ ടൈമിൽ ഇംഗ്ലണ്ടിൽ സിവിൽ വാർ നടക്കുന്ന ഒരു ടൈമാണ്. സിവിൽ വാർ നടന്നത് കൊണ്ട് തന്നെ ഹോബ്സിന് ആ ഒരു ദുരവസ്ഥയിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സോവറിന് ഒരുപാട് പവർ കൊടുത്തിട്ടുണ്ട്. ഹോബ്സിൻ്റെ സോവറിനെയാണ് നമ്മൾ ലെവിയാതൻ എന്ന് വിളിക്കുന്നത്. ഒരു ഡബിൾ അല്ലെങ്കിൽ ഒരു മോൺസ്റ്ററാണ് ലെവിയാതൻ എന്നാണ് ഹോബ്സിൻ്റെ സോവറിനുള്ള പേര്. ഹി ഡെവലപ്ഡ് ഹിസ് തിയറി ഓഫ് സോവർണിറ്റി ഇൻ 17th century. ഹോബ്സിൻ്റെ പ്രത്യേകത അറിയാലോ, ഹോബ്സും ലോക്കും റൂസോയുടെയും തിയറി ഓഫ് സോവർണിറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൺ അതർ ദാൻ സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് തിയറിയിൽ ബേസ് ചെയ്താണ് ഇവരുടെ 3 പേരുടെയും സോവറിൻ അല്ലെങ്കിൽ പവർ നിലനിൽക്കുന്നത്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ കോൺട്രാക്റ്റ് എമംഗ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസ് സ്റ്റേറ്റ് ഇല്ലാതെ ഒരവസ്ഥയിൽ ജീവിച്ചിരുന്നു. ആ അവസ്ഥയിൽ നിന്നും സ്റ്റേറ്റിലേക്ക് വന്നപ്പോഴേക്കും ഇൻഡിവിജ്വൽസ് പരസ്പരം കൊണ്ടുവന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ സോഷ്യൽ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്താണ് ഹോബ്സും ലോക്കും റൂസോയും തങ്ങളുടെ തിയറി ഓഫ് സോവർണിറ്റി പറയുന്നത്. ഹോബ്സിൻ്റെ തിയറി ഓഫ് സോവർണിറ്റിയിലും നമ്മൾ ജീൻ ബോർഡിൻസിൻ്റെ കോൺസെപ്റ്റിൽ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ട ക്യാരക്ടർ, ഈ ടോട്ടൽ 4 പാരഗ്രാഫിൽ നിന്നുള്ളതിൽ എടുത്ത് പറയുന്ന ക്യാരക്ടർ എന്തൊക്കെയായിരിക്കണം, അൺലിമിറ്റഡ് ആണ് ഹോബ്സിൻ്റെ സോവറിനും, ആർബിട്രറി ആണ്, സുപ്രീം പവർ ഉണ്ട്, ഹി ഈസ് എ മേക്കർ ഓഫ് ലോ ബട്ട് ഹി ഈസ് നോട്ട് ബൗണ്ട് ബൈ ലോ. ഹിസ് പവേഴ്സ് ആർ അൺലിമിറ്റഡ്, ആർബിട്രറി ആൻഡ് സുപ്രീം. ഹി ഈസ് ദ മേക്കർ ഓഫ് ലോ ബട്ട് ഹി ഈസ് നോട്ട് ബൗണ്ട് ബൈ ലോ. ഹി ഈസ് ഫ്രീ ഫ്രം ദ ലിമിറ്റ്സ് ഓഫ് ഡിവൈൻ, മോറൽ ആൻഡ് നാച്ചുറൽ ലോ. ഒരു തടസ്സവുമില്ല സോവറിന്. ഫ്രീ ഫ്രം ദ ലിമിറ്റ്സ് ഓഫ് ഡിവൈൻ, മോറൽ ആൻഡ് നാച്ചുറൽ ലോ. ഓൾസോ പീപ്പിൾ സറണ്ടർ ഓൾ ദെയർ റൈറ്റ്സ് ടു ദ സോവറിൻ. സോവറിന് എല്ലാ റൈറ്റ്സും പീപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഹോബ്സിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റിൽ ജനങ്ങൾ തങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്താണ് നമ്മൾ സ്റ്റേറ്റ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അവിടെ ജനങ്ങൾ മാൻ ഈസ് വെരി ബ്രൂട്ടിഷ് ആൻഡ് ക്രൂവൽ എന്നാണ് ഹോബ്സ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അദ്ദേഹത്തിന് സിവിൽ വാർ ടൈമിൽ ജനിച്ചത് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം മാൻ ഈസ് വെരി ബ്രൂട്ടിഷ്, ക്രൂവൽ എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ദേ ഹാവ് ടു സറണ്ടർ ഓൾ ദെയർ റൈറ്റ്സ്. ഇൻഡിവിജ്വൽസ് എല്ലാം തങ്ങളുടെ റൈറ്റ് ഒരിടത്ത് കൂട്ടി വെക്കുമ്പോഴാണ് ഒരു സോവറിൻ ഉണ്ടാകുന്നത്. അത് തന്നെയല്ലേ നമ്മൾ എലക്ഷൻ വഴി ഈ ഒരു റൈറ്റാണ് നമ്മളുടെ കയ്യിലുള്ള അധികാരം നമ്മളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിന് കൊടുക്കുകയാണ്. എലക്ഷൻ വഴിയും പഞ്ചായത്ത് ഇലക്ഷൻ ആവട്ടെ, അസംബ്ലി ഇലക്ഷൻ ആവട്ടെ, പാർലമെൻറ്റ് ഇലക്ഷൻ ആവട്ടെ, എന്താണ് ചെയ്യുന്നത്, വി ആർ ഗിവിങ് അവർ പവർ ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അവിടെ ആ എല്ലാ പേഴ്സൺസും ചേർന്ന് വലിയ ഒരു സോവറിനെ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് അതുകൊണ്ടാണ് അവർ പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോൾ സോവറിൻ ലോയും ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. ഒരു വട്ടം വി ഗീവ് അവർ പവർ ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ.
then that particular person or that sovereign has all powers and his power is absolute and unlimited. He is the maker of law. അല്ലേ, പാർലമെൻറ്റ് ലോ മേക്കിംഗ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ആ പവർ എവിടെ നിന്ന് പാർലമെൻറ്റിന് വരുന്നു? എല്ലാ 5 ഇയറിലും ഇലക്ഷൻ നടന്ന് നമ്മൾ ഓരോരോ റെപ്രസെൻറ്റേറ്റീവിനെ അവിടെ അയക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പവർ നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ സോഷ്യൽ കോൺട്രാക്റ്റ്? ഈ സോഷ്യൽ കോൺട്രാക്റ്റും പവർ ട്രാൻസ്ഫറിങ്ങും എല്ലാ രാജ്യങ്ങളിലെയും കോൺസ്റ്റിറ്റ്യൂഷൻസിൽ ഉണ്ട്. അതാണ് നമ്മൾ പ്രിയാമ്പിളിലും പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ വി ക്രിയേറ്റ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെയും ഈ ട്രാൻസ്ഫർ ഓഫ് പവറാണ്. ഈ സോവറിൻ പവർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളറിയാതെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് ആ പ്രിയാമ്പിളിൽ കാണാൻ പറ്റുന്നത്. അപ്പം ഹോബ്സിൻ്റെ കാര്യത്തിൽ അൺലിമിറ്റഡ് ആർബിട്രറി സുപ്രീം പവർ ഈസ് എ മേക്കർ ഓഫ് ലോ ബട്ട് ഈസ് നോട്ട് ബൗണ്ട് ബൈ ലോ and the sovereign is free from the limits of divine moral and natural laws. പിന്നെ എന്താണ്? people surrender all their rights to that sovereign and so there is no power with them against the sovereign. People can neither rebel against the sovereign nor can the power be taken back from sovereign. അപ്പോൾ ഹോബ്സിൻ്റെ സോവറിൻ അബ്സലൂട്ടും അൺലിമിറ്റഡ് ആണ്. പീപ്പിൾ കനോട്ട് റിവോൾട്ട് അഗെയിൻസ്റ്റ് ഹിം. പീപ്പിൾ കനോട്ട് ടേക്ക് ബാക്ക് ദാറ്റ് പവർ. തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. സോവറിന് കൊടുത്തിരിക്കുന്ന പവർ ഒരിക്കലും പീപ്പിളിന് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. റിവോൾട്ട് ചെയ്യാനുള്ള റൈറ്റും ഇല്ല ഹോബ്സിൻ്റെ തിയറി ഓഫ് സോവർണിറ്റിയിൽ. അതിനുശേഷം വരുന്നു ജോൺ ലോക്കിൻ്റെ തിയറി ഓഫ് സോവർണിറ്റി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സോവറിൻ പക്ഷേ പീപ്പിളാണ് എപ്പോഴും സോവറിൻ. ജോൺ ലോക്ക് ഒരിക്കലും സോവറിൻ എന്താണ് അബ്സലൂട്ടായിട്ട് സ്റ്റേറ്റിനെ കയ്യിൽ കൊടുത്തിട്ടില്ല. John Locke, another English exponent of the theory of the social contract, did not concede absolute sovereignty of the state. He thought that the supreme power in society was held by the people, which came into existence before the formation of the state. സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന മുമ്പ് ഉള്ള അവസ്ഥയിൽ സ്റ്റേറ്റ് ഓഫ് ആ നേച്ചറിൽ തന്നെ എന്താണ് ജനങ്ങളുടെ കയ്യിലാണ് പവർ ഉള്ളത്. ആ പവർ ജനങ്ങൾ റിറ്റെയിൻ ചെയ്യുന്നു. ലിമിറ്റഡ് സോവറിൻ പവർ മാത്രമേ സ്റ്റേറ്റിന് കൊടുക്കുന്നുള്ളൂ. ജോൺ ലോക്ക് ആ ലിമിറ്റഡ് സോവറിൻ പവറിൻ്റെ ഒരു തിയറിയാണ് നമ്മൾ ലിബറാലിസമായിട്ട് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നാച്ചുറൽ റൈറ്റ്സ് പീപ്പിളിൻ്റെ കയ്യിൽ തന്നെ നിൽക്കും. ജോൺ ലോക്കിൻ്റെ സോവറിൻ്റെ പവറിൽ നാച്ചുറൽ റൈറ്റ്സ് വിൽ ഓൾവേസ് റിമൈൻ വിത്ത് ദ പീപ്പിൾ. നാച്ചുറൽ റൈറ്റ്സ് മീൻസ് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി റിമെയിൻസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ and only very limited power is given to the sovereign and people have the right to revolt against the sovereign. സോവറിനെതിരെ റിവോൾട്ട് ചെയ്യാനുള്ള റൈറ്റും ലോക്കിൻ്റെ തിയറിയിൽ പീപ്പിളിന് ഉണ്ട്. വളരെ ഓപ്പോസിറ്റാണ് ഹോബ്സിൻ്റെ തിയറി എടുത്താലും ജീൻ ബോർഡിൻസിൻ്റെ കോൺസെപ്റ്റ് ഓഫ് സോവർണിറ്റിയിലും ഉള്ളത്. ഇനി റൂസോയുടെ തിയറിയിൽ ഇതിന് രണ്ടിൻ്റെയും ഒരു മിക്സ്ചറാണ് കാണാൻ കഴിയുന്നത്. റൂസോയും ആരെയാണ് സോവറിനാക്കിയിരിക്കുന്നത്? റൂസോ ഓൾസോ മെയ്ഡ് ദ പീപ്പിൾ ദംസെൽസ് സോവറിൻ ബിക്കോസ് സോഷ്യൽ കോൺട്രാക്ട് വാസ് കൺക്ലൂഡഡ് ബിറ്റ്വീൻ ദ പീപ്പിൾ. അതുകൊണ്ട് തന്നെ റൂസോയുടെ സോവറിനെ റൂസോ വിളിക്കുന്നത് ജനറൽ വിൽ എന്ന ടേമിലാണ്. ജനറൽ വിൽ എന്നാണ് വിളിക്കുന്നത്. ജനറൽ വില്ലെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ കൂടി നിന്ന് അതിൽ 50 പേര് പറയുന്നതല്ല ജനറൽ വിൽ എന്ന് പറയുന്നത്. ആക്ച്വൽ വില്ലുണ്ട്, റിയൽ വില്ലുണ്ട്. നിങ്ങളതൊന്നും പഠിക്കണ്ട. ഇപ്പോൾ ജനറൽ വില്ല് മാത്രം ഓർക്കുക. ആക്ച്വൽ വില്ലും റിയൽ വില്ലും ഒക്കെ മാറ്റി നിർത്തി കുറേ മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തതിന് ശേഷം ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് ജനറൽ വിൽ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജീൻ ജാക്കസ് റൂസോയുടെ. അപ്പം ജീൻ ജാക്കസ് റൂസോയുടെ സോവറിനെ നമ്മൾ ജനറൽ വില്ലാണ് എന്നാണ് വിളിക്കുന്നത്. ജനറൽ വിൽ ഓഫ് ദ സ്റ്റേറ്റ്. ഇതാണ് ജനറൽ വിൽ. ഈ ജനറൽ വില്ലും എങ്ങനെയാണ്? അബ്സല്യൂട്ടാണ്, അൺലിമിറ്റഡ് പവറുണ്ട്, ഇറ്റ് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ദ പീപ്പിൾ. അതെല്ലാം ഹോബ്സിൻ്റെ സോവറിൻ്റെ പവറെല്ലാം തന്നെ റൂസോ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേകം സോവറിനെ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, ജനറൽ വിൽ ഓഫ് ദ പീപ്പിൾ തന്നെയാണ് റൂസോയുടെ സോവറിൻ എന്ന് പറയുന്നത്. സോ റൂസോ ഓൾസോ ഗേവ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ തിയറി ഓഫ് സോവർണിറ്റി.
ഹിസ് തിയറി ഈസ് നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് പോപ്പുലാർ സോവർണിറ്റി. പോപ്പുലാർ സോവർണിറ്റി എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിയറി അറിയുന്നത്. പോപ്പുലാർ എന്ന് കേൾക്കുമ്പോഴേ തന്നെ അറിയാമല്ലോ, സോവർണിറ്റി റീറ്റെയിൻഡ് ബൈ ദ പീപ്പിൾ. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം people themselves are the sovereign and the sovereign is known as general will of the people. ജനറൽ വില്ലിൻ്റെ പ്രത്യേകത അതിനകത്ത് സെൽഫിഷ് തിങ്സ് ഇല്ല. എല്ലാവർക്കും നന്മ വരുന്ന കാര്യങ്ങളെ ജനറൽ വില്ലിൽ ഉണ്ടാവുകയുള്ളൂ. 10-20 പേർക്ക് വേണ്ടി നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ജനറൽ വില്ലിൽ ഉണ്ടാകത്തില്ല. അപ്പം ജനറൽ വില്ലാണ് ആരുടെ, റൂസോയുടെ ഇമ്പോർട്ടൻറ്റ് തിയറി ഓഫ് സോവർണിറ്റി എന്ന് പറയുന്നത്. അതിനൊക്കെ ശേഷം ജെർമി ബെന്താം പറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറയുന്നത് ജോൺ ഓസ്റ്റിൻ്റെ തിയറി ഓഫ് സോവർണിറ്റിയാണ്. അതൊരു ലീഗൽ കോൺസെപ്റ്റിലാണ് ജോൺ ഓസ്റ്റിൻ പറയുന്നത്. ജോൺ ഓസ്റ്റിൻ്റെ തിയറി ഓഫ് സോവർണിറ്റിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഎവിറ്റബിൾ, ഇറ്റ് മസ്റ്റ് ബി ഡെഫിനിറ്റ്, അൺലിമിറ്റഡ്, ഇൻഡിവിസിബിൾ, ഫ്രീഡം ഫ്രം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കൺട്രോൾ. ജോൺ ഓസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ബുക്കിൻ്റെ പേര് ലെക്ചേഴ്സ് ഓൺ ജൂറിസ്പ്രൂഡൻസ് എന്നാണ്. അത് തന്നെയാണ് ഇവിടെ പ്രൊവിൻസ് ഓഫ് ജൂറിസ്പ്രൂഡൻസ് ഡിറ്റർമിൻഡ് എന്ന് എഴുതിയേക്കുന്നത്. കോമൺലി നമ്മൾ അതിന് പറയുന്ന പേര് ലെക്ചേഴ്സ് ഓൺ ജൂറിസ്പ്രൂഡൻസ് എന്നാണ്. അതിൽ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സോവറിൻ എന്ന് പറയുമ്പോൾ ഇന്നെവിറ്റബിളാണ്, ആവശ്യമായ ഒരു കാര്യമാണ്, ഡെഫിനിറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം, പവർ എങ്ങനെ ആയിരിക്കണം, അൺലിമിറ്റഡ് ആണ്, ആരും കൺട്രോൾ ചെയ്യാൻ പാടില്ല, ഇൻഡിവിസിബിൾ ആയിരിക്കും, ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ്. പല 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 തട്ടുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സോവർണിറ്റിയെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഏർലി തിങ്കേഴ്സ് എല്ലാം എതിരായിരുന്നു. അതാണ് ഇൻഡിവിസിബിൾ. മറ്റൊന്ന് ഇൻറ്റേർണൽ സോവർണിറ്റിയും എക്സ്റ്റേർണൽ സോവർണിറ്റിയും. ജീൻ ബോർഡിൻ്റെ കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഇൻറ്റേർണൽ സോവർണിറ്റിയും എക്സ്റ്റേർണൽ സോവർണിറ്റിയും ഓൾറെഡി ഓസ്റ്റിൻ്റെ തിയറി ഓഫ് സോവർണിറ്റിയിലും ഉണ്ട്. ഓക്കെ, അത്രയുമാണ് ജോൺ ഓസ്റ്റിൻസ് തിയറി ഓഫ് സോവർണിറ്റി. It must be a determinate thing, it is clearly located in state. പിന്നെന്താണ്? ഇറ്റ് മസ്റ്റ് ബി ദ എക്സ്പ്രഷൻ ഓഫ് ദ കമാൻഡ് ഓഫ് ദ സോവറിൻ, ഇറ്റ് മസ്റ്റ് ബി ബാക്ക്ഡ് ബൈ സാങ്ഷൻസ്. അതും ഞാൻ ഈ പറഞ്ഞത് കൂട്ട് 4 പോയിൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് അവരിവിടെ പറഞ്ഞേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇറ്റ് മസ്റ്റ് ബി ഫ്രം എ ക്ലിയർ അതോറിറ്റി, സ്റ്റേറ്റിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കണം, കമാൻഡ് ഉണ്ടായിരിക്കണം, നല്ല ലോ സോവറിനെ സപ്പോർട്ട് ചെയ്യാൻ നല്ല ഒരു ലോയും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിനെല്ലാം ശേഷം വരുന്നുണ്ട് പ്ലൂറാലിസ്റ്റിക് തിയറി ഓഫ് സോവർണിറ്റി വരുന്നുണ്ട്, ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള സോവർണിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമായപ്പോൾ തിയറി ഓഫ് സോവർണിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഓസ്റ്റിൻ്റെ തിയറി നമ്മൾ പറഞ്ഞു. പിന്നെ അതിന് മുമ്പ് പറഞ്ഞത് ആരുടെയായിരുന്നു? ജീൻ ജാക്കസ് റൂസോയുടെ തിയറി ഓഫ് സോവർണിറ്റി പറയുന്നുണ്ട്, ലോക്കിൻ്റെ പറയുന്നുണ്ട്, ഹോബ്സിൻ്റെ പറയുന്നുണ്ട്, ജീൻ ബോർഡിൻ്റെ തിയറി ഓഫ് സോവർണിറ്റി പറയുന്നുണ്ട്. സോവർണിറ്റി എന്താണ് എന്നുള്ളത്, ഇൻറ്റേർണൽ സോവർണിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എക്സ്റ്റേർണൽ സോവർണിറ്റിയും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം ഹ്യൂഗോ ഗ്രൗഷസിൻ്റെ തിയറി ഓഫ് സോവർണിറ്റി ഉണ്ട്. നിങ്ങൾ തന്നെ അതൊന്ന് വായിച്ച് നോക്കണം. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ ഹ്യൂഗോ ഗ്രൗഷസിൻ്റെ തിയറി നിങ്ങൾക്കത് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇൻ്റർനാഷണൽ സ്പിയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹ്യൂഗോ ഗ്രൗഷസിൻ്റെ തിയറി ഓഫ് സോവർണിറ്റി. അത് നിങ്ങൾ സ്വയം ഒന്ന് വായിക്കണം. ഇങ്ങനെയൊക്കെ തന്നില്ലെങ്കിൽ നിങ്ങളൊന്നും വായിക്കത്തില്ല. ഓക്കെ, എങ്ങനെ അത് ഇൻ്റർനാഷണൽ സ്പിയറിൽ ഈ സോവർണിറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഹ്യൂഗോ ഗ്രൗഷസിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഈ തിയറികളൊക്കെ പറഞ്ഞ് നോട്ട്സ് വെച്ചൊന്ന് വായിച്ച് നോക്കുക. അടുത്ത ദിവസം ബാക്കി എടുക്കാം.